എല്ലാവരും കാത്തിരുന്ന ഒരു ദിലീപ് സിനിമയാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് പറയാം. മഞ്ജു പോലും ഞെട്ടുന്ന തരത്തിലുള്ള റെസ്പോൺസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യാതൊരു ലോജിക്കുമില്ല, ഒൺലി മാഡ്നസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു തമിഴ് സിനിമ ലോജിക്കില്ലാതെ കാണുന്നത് പോലെ കാണണം. അങ്ങനെ ഒരു അടിച്ചുപൊളി പടമാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും അധികം ഹിറ്റാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാവ്യയുടെ തന്ത്രം തന്നെയാണ് ഇതിന് പിന്നാലെ എന്ന് പറയാം. കാരണം കാവ്യ തന്നെയാണ് അദ്ദേഹത്തിന് പിന്നാലെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. ദിലീപ് പ്രാർത്ഥിക്കാനോ പൂജ ചെയ്യാനോ മറന്നുപോയാൽ പോലും കാവ്യയുടെ അനുഗ്രഹം പിന്നാലെ ഉണ്ടാകും. കാവ്യ എല്ലാം നോക്കി പ്രാർത്ഥിക്കും, അമ്പലങ്ങളിൽ പോകും, സ്വന്തം പൂജാമുറിയിൽ തന്നെ പ്രാർത്ഥന കഴിപ്പിക്കും. ആ വക കാര്യങ്ങളിലെല്ലാം കാവ്യമാധവൻ ശ്രദ്ധ പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നൊരു വ്യക്തി തന്നെയാണ് കാവ്യ എന്ന് പറയാം. അപ്പോൾ ഈ വിജയം കാവ്യയ്ക്ക് കൂടിയുള്ളതാണ്. കാവ്യ കൂടി കാരണമാണ് ചിലപ്പോൾ ഈ വിജയം കിട്ടിയതെന്ന് തന്നെ പറയണം. അത്രമാത്രം പ്രേക്ഷകർ ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ സിനിമയുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ 2 ഷോകളോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3-4 ഷോകൾ അവസാനിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുമെങ്കിലും ഇതുവരെ നല്ല റെസ്പോൺസുകളാണ് ലഭിക്കുന്നത്. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ദിലീപ് ആരാധകരല്ല, നല്ല ആരാധകരും ഇതിനിടയിലല്ലാതെയുണ്ട്. മറ്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും ഭബ്ബബ്ബ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ മഞ്ജുവിനെ പോലും ഞെട്ടിക്കുന്നൊരു വിവരമാണിത്. മഞ്ജുവും കാവ്യയും തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയുന്നു. മഞ്ജുവിൻ്റെ സിനിമയേക്കാൾ മുകളിൽ ദിലീപിൻ്റെ സിനിമ എത്തിക്കണമെന്നത് കാവ്യയുടെയും കൂടി ആഗ്രഹമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭബ്ബബ്ബ റിലീസിന് വേണ്ടി കാത്തിരുന്നതും. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നുണ്ട്, സൂചനകളെല്ലാവരും കൃത്യമായി നൽകുന്നുണ്ട്, ആരാധകർ വളരെയധികം സംസാരിക്കുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുവെന്നും പറയുന്നു. നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ദിലീപിൻ്റെ ഒരു നല്ല സിനിമ, അതെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അതിന് തന്നെ ലഭിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പോലും അതൊരു സന്തോഷമാണ്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലും അതൊരു സന്തോഷമാണ്. കാരണം തന്നെ ഒരുപാടുണ്ട്. കാരണം ദിലീപ് സിനിമകൾക്ക് കാത്തിരുന്ന പ്രേക്ഷകർക്കൊരു മറുപടി കൂടിയാണ് ഭബ്ബബ്ബ. ഭബ്ബബ്ബയുടെ റിലീസോടെ തന്നെ കാവ്യ തന്നെയാണ് ഇതിൻ്റെ പിന്നാലെ എന്ന് പറയാം. ദിലീപ് പ്രൊമോഷനുകൾക്കൊക്കെ എല്ലാം പോയിരുന്നു. അതുപോലെ തന്നെ വലിയ പ്രൊമോഷനുകളൊന്നും ഇല്ലാതെയാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഭബ്ബബ്ബയുടെ പ്രൊമോഷന് പോകാതിരിക്കാൻ പറ്റുന്ന കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് മുൻപിലുള്ളത് കൊണ്ട് തന്നെയാണ്. ആ കേസിൽ ദിലീപ് പ്രതിയായതുകൊണ്ടും 6ാം പ്രതിയും 7ാം പ്രതിയും നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രൊമോഷനുകൾക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത് നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ടാണ് പ്രൊമോഷനുകൾക്ക് പോകാത്തത്. ഇതിനു മുൻപ് സിനിമകൾക്കൊക്കെ തന്നെയും പ്രൊമോഷന് പോയിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി മനസ്സിലാക്കുന്നൊരു കാര്യം കൂടിയായി ഇത് മാറുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് പ്രധാനപ്പെട്ട കാര്യവുമായി ഇത് മാറുമ്പോൾ മഞ്ജുവിന് തോൽവിയും കാവ്യയ്ക്ക് ജയവും എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.